Good morning, miss. Good morning, y'all. Good morning, everyone. Good morning, Good Miss. morning, Good ma'am. morning. Good Yeah, morning, good morning. ma'am. Good morning, ma'am. Good morning, all. Okay, morning. Start ചെയ്യുന്നുണ്ട്. Good morning. അപ്പൊ prayer ചൊല്ലിക്കോളൂ. Yes, ma'am. Thank you for the world so sweet. Thank you for the food we eat. Thank you for the birds that sing. Thank you, God, for everything. Thank you, ma'am. Yeah. Okay, next is Alexide. ആരാണ് തോട്ട് ഓഫ് സിറ്റി പറയുന്ന ആരാണ്? Who's going to say thought of the day? Anyone? No one ready for that? Respond? Respond to you. ഞാൻ പറയുന്നു. ഞാൻ പറയട്ടെ. പറഞ്ഞു. Good morning, all. I am Naufala. Failure is not the opposite of success. It is part of a success. Thank you, ma'am. Yeah. Okay. Yeah, Prasida. Okay, left eye hold up. Thank you, ma'am. Yeah. Okay. പിന്നെ എന്തെങ്കിലും വിശേഷം? How are you all? Yeah, good, ma'am. Fine, ma'am. Fine, ma'am. Okay. Ma'am, how are you? Yeah, also good. Singular noun. എന്താണ് singular noun? മാം ഞാൻ അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ക്ലാസ് മനസ്സിലാവുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ടാ ചോദിച്ചത്. സിംഗുലർ സിംഗുലർ നൗൺ നമ്മള് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെ എക്സസൈസ് നമുക്ക് നാളെ പ്രോഗ്രാം തന്നില്ല. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിംഗുലർ നൗൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് അത് എന്തോ എക്സസൈസ് ഡിസ്കസ് ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നേ? ക്ലിയർ ആയില്ല. നമുക്ക് തന്നിരിക്കുന്ന എക്സസൈസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നല്ലേ പറഞ്ഞിരുന്നത്? സിംഗുലർ നൗൺ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്ലൂറൽ ആണോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതാണ് സിംഗുലർ നൗൺസ് ആണ് പറഞ്ഞത്. സിംഗിൾ സെന്റൻസിനെ സിംഗുലർ ആക്കി മാറ്റാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ പ്ലൂറൽ പഠിച്ച ടൈമിലാണ് സിംഗുലർ നൗൺ പറഞ്ഞത്. ഓക്കെ, അത് ക്ലിയർ ആയില്ല എന്നാണോ ശരി പറഞ്ഞേ? എനിക്കത് ക്ലിയർ ആയിട്ടില്ല, എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത്. അതായത് സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ അറിയില്ല, അതാണോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും അത് ഡൗട്ട് ഉണ്ടോ? എനിവൺ? ഇല്ല. ഓക്കെ, ഡൗട്ട് ക്ലിയർ ചെയ്തതിനു ശേഷം ക്ലാസ്സിലേക്ക് പോയാൽ മതിയോ? കാരണം നമ്മൾ പുതിയ ഒരു യൂണിറ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൗട്ട് ഷബ്നം മ്യൂട്ട് യുവർസെൽഫ്. ഓക്കെ, ഡിസ്റ്റർബൻസ് ഉണ്ടാകും. മ്യൂട്ട് ചെയ്യൂ ഷബ്നം. ഓക്കെ, ഡിസ്റ്റർബൻസ് വരും, അതുകൊണ്ടാണ് കേട്ടോ മ്യൂട്ട് ചെയ്യാൻ പറയുന്നേ. അപ്പോ എക്സസൈസ് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ, കാരണം ആ ഡൗട്ട് വെച്ചിട്ട് നമ്മൾ പിന്നെ വേറൊരു ചാപ്റ്ററിലേക്ക് പോകുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഡൗട്ട് ക്ലിയർ ആയതിനു ശേഷം നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ,
എക്സസൈസ് 2 സിംഗുലർ നൗൺ എങ്ങനെ പ്ലൂറലൈസ് ചെയ്യാം അല്ലെ? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് തോന്നുന്നത്? നിങ്ങള് സെന്റൻസിനെ റീറൈറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. റീറൈറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ റീറൈറ്റ് ചെയ്യണ്ട. നിങ്ങൾ ആ ഒരു വേർഡിനെ മാത്രം പ്ലൂറലൈസ് ചെയ്താൽ മതി. കാരണം അവിടെ ഉദ്ദേശിക്കുന്നതും ആ ഒരു രീതി തന്നെയാണ്. കാരണം നിങ്ങൾ സിംഗുലർ നൗണ് നിങ്ങൾക്ക് പ്ലൂറലായിട്ട് അറിയണം. പ്ലൂറൽ നൗണിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് അറിയണം. അതായത് സിംഗുലർ വേർഡും പ്ലൂറൽ വേർഡും അറിഞ്ഞിരിക്കണം എന്നാണ് ഈ എക്സസൈസ് 2 കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് റീറൈറ്റ് ചെയ്യാൻ പറയുന്നതും ആ രീതിക്ക് തന്നെയാണ്. സിംഗുലറിനെ പ്ലൂറലായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ പ്ലൂറലിൽ വരുന്ന ഇത് ഓക്സിലറീസ് ആണ് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ വേർഡ് മാത്രം ഒന്ന് പ്ലൂറലൈസ് ചെയ്യാം. ഓക്കെ, ഓക്സിലറീസ് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പിന്നീട് ഞാനത് വേർബിന്റെ കൂടെ ഒക്കെ പറയാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ വേർബിന് നമ്മള് ഹെൽപ്പിംഗ് വേർബ് ഒന്നും പഠിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞു നമുക്ക് പിന്നീട് കറക്റ്റ് ആയിട്ട് ക്ലിയർലി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ടൈമില് ഞാനത് പറഞ്ഞുതരാം. എങ്ങനെയാണ് അതിന്റെ കൂടെ പ്ലൂറലിന്റെ കൂടെ ഏത് ഓക്സിലറി ആണ് വരാ, സിംഗുലറിന്റെ കൂടെ ഓക്സിലറി ആണ് വരാ, ആ ടൈമിൽ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് ജസ്റ്റ് ആ ഒരു വേർഡ് സിംഗുലർ വേർഡിനെ പ്ലൂറലാക്കാം. അത് നമുക്ക് ഫസ്റ്റ് ക്ലിയർ ആയി. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് എക്സാമ്പിള് ഫസ്റ്റ് മുതൽ എന്ന് പറയുമ്പോൾ എക്സസൈസ് ഫസ്റ്റ് ആണോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നാണോ കറക്റ്റ് ആയിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? എന്താണ് എക്സസൈസ് ഫസ്റ്റ് കൂടി പറയണോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആണോ എന്തോ കറക്റ്റ് ആണോ അറിയാനുണ്ട്. കറക്റ്റ് ആണോ എന്നറിയാനാണ്. ഓക്കെ, നോക്കാം. പോലീസ് സ്കാറ്റേർഡ് ദ ക്രൗഡ്. ഇവിടെ പോലീസ് ആൻഡ് ക്രൗഡ് ആണ്. എന്താണ് നിങ്ങൾ എഴുതിയത്? പറയൂ. പോലീസ് എന്ന് പറയുന്നത് ഏത് നൗണാണ്? പോലീസ് കോമൺ നൗൺ. പോലീസ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, ഇപ്പോ അത് കോമൺ നൗൺ ആണ്. പോലീസ് കോമൺ നൗൺ ആണ്. ക്രൗഡോ കളക്റ്റീവ് നൗൺ ആണ്. പിന്നൊരു കാര്യമുണ്ട്, പോലീസ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആയിട്ട് നമ്മൾ പറയും. കാരണം ഒരു കൂട്ടം പോലീസുകാരെയും നമ്മൾ പോലീസ് എന്ന് പറയണം, അല്ലേ? ആണോ? യെസ് മാം, ഞാൻ ഫസ്റ്റ് അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഞാൻ കളക്റ്റീവ് നൗൺ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് മാറ്റി കോമൺ നൗൺ ആക്കി. ഞാൻ രണ്ടും എഴുതി വെച്ചു. എനിക്ക് മാം ഈ പറഞ്ഞതുപോലെ തോന്നി. അപ്പൊ ഞാൻ രണ്ടും കോമൺ എന്നും കളക്റ്റീവ് എന്നും എഴുതി വെച്ചു. രണ്ടുകൂടെ എഴുതി വെച്ചു. അപ്പൊ ഏത് ആൻസർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. കാരണം പോലീസ് എന്ന് പറയുന്ന വേർഡ് കളക്റ്റീവ് നൗൺ ആണ്, കോമൺ നൗൺ ആണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ആ സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പോ ഒരു സെന്റൻസ് കളക്റ്റീവ് നൗൺ ആയിട്ടാണ് പോലീസിനെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു കൂട്ടം പോലീസ് അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അത് കളക്റ്റീവ് നൗൺ തന്നെയാണ്, അല്ലെ? അപ്പോ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെയാണ്? ഒരു സെന്റൻസ് തരുമ്പോ പോലീസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ്, ആ ഒരു വേർഡ് സെന്റൻസ് പോലീസ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യൻ തരുന്നു. അപ്പോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസില് കളക്റ്റീവ് നൗണോ അല്ലെങ്കിൽ കോമൺ നൗണോ ഇത് ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, രണ്ട് ഓപ്ഷൻ കൂടെ ഉണ്ടാവില്ല. രണ്ടും തരില്ല, കളക്റ്റീവ് കോമണും തരില്ല. ഇതിൽ ഒന്നേ തരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമല്ലോ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ആ ഒരു ടെൻഷൻ വേണ്ട. ഒരു വേർഡ് ശരിക്കും ഏത് നൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. ചില വേർഡുകള് രണ്ടോ മൂന്നോ നൗൺസ് ആയിട്ട് വരും. ഇപ്പൊ പറഞ്ഞ പോലെ പോലീസ് എന്ന് പറയുന്നത് കോമൺ ആണ്, കളക്റ്റീവ് ആണ്. രണ്ട് നൗണും പോലീസിൽ പെടും. അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതാം. ഓക്കെ, അപ്പൊ ആ ഒരു ഡൗട്ട് ക്ലിയർ ആണ്. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കുമ്പോ ആരെങ്കിലും പഠിച്ചു വെക്കും. അപ്പൊ നെക്സ്റ്റ് ക്രൗഡ്. ക്രൗഡ് ഒബ്വിയസ്ലി ഏത് നൗൺ ആണ്? കളക്റ്റീവ് ആണ്. പ്രത്യേകിച്ച് ഡൗട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അത് കളക്റ്റീവ് നൗൺ ആണ്. നെക്സ്റ്റ് വിസ്ഡം ആൻഡ് സ്ട്രെങ്ത്. ഇത് രണ്ടും ഏത് നൗൺ ആണ്? അബ്സ്ട്രാക്ട്. ഓക്കെ, ഇനി ബ്ലൂ വെയിൽ, അനിമൽ, എർത്ത്.
ബ്ലൂ വെയിൽ ബ്ലൂ വെയിൽ കോമൺ അല്ലേ മാം? ബ്ലൂ വെയിൽ പ്രോപ്പർ അല്ലേ? പ്രോപ്പർ അല്ലേ? പ്രോപ്പർ അല്ലേ? ആണ്. ആ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ കാണിക്കുന്നത് കോമൺ നൗൺ എന്നാണ്. അതിൽ ഞാൻ രണ്ടും കോമൺ ആയിട്ടാ കാണിക്കുന്നത്. എന്തോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഡൗട്ട് വന്നപ്പോ. അപ്പൊ ഗൂഗിൾ 2-3 പ്രാവശ്യം നോക്കിയപ്പോഴും വന്നത് കോമൺ നൗൺ ആണ്, ബ്ലൂ വെയിൽ എന്നാ വന്നത്. അപ്പൊ റീസൺ നോക്കിയാണ് അതെന്തുകൊണ്ടാന്ന് നോക്കിയപ്പോ ഈ ബ്ലൂ എന്നുള്ള കളറും വെയിലുള്ള കളറും സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് അങ്ങനെ കോമൺ ആന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് നോക്കണ്ട, നമുക്കത് സെപ്പറേറ്റ് ചെയ്യണ്ട. ബ്ലൂ വെയിൽ എന്ന് പറയുന്നത് ഒരു എന്താണ് അറിയാലോ, തിമിംഗലമാണ്. അപ്പൊ നീല എന്നുള്ളതും തിമിംഗലം എന്നുള്ളതും നമുക്ക് നോക്കണ്ട, അത് പ്രോപ്പർ നെയിം ആയിട്ട് നമുക്ക് കണക്കൂട്ടാം. ആ രീതിയിൽ നമുക്ക് പറയാം അത് പ്രോപ്പർ നൗൺ ആണ്. ഓരോ ഫിഷിനും അതിൻ്റെതായ ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമുക്ക് പറയാം ഇത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടാണ് നമ്മൾ കോമൺ നൗൺ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടല്ലല്ലോ പറയുന്നത്. ബ്ലൂ വെയിൽ എന്ന് പറയുന്ന ഒറ്റ വാക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അത് പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ഈ അനിമൽ എന്താണ്? കോമൺ ആണ്. ഈ എർത്തോ? പ്രോപ്പർ. ചില സമയത്ത് എർത്ത് പ്രോപ്പറും കോമണും ആണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്തിരിക്കും ആൻസർ ചെയ്യാം. എർത്ത് എന്ന് പറയുന്നത് കോമണിൽ നമ്മൾ എർത്ത് എന്ന് പറയാറുണ്ട്. അത് എർത്തിന് പെർട്ടിക്കുലർ പേര് എന്ന് പറയുന്നത് എർത്ത് തന്നെയാണ്. അപ്പൊ അങ്ങനെയും പറയാം. ഒരുപാട് ഇപ്പോ ഗ്രഹങ്ങൾ ഒരുപാട് ഇതുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ അത് പ്രോപ്പർ ആയിട്ടും പറയാം. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ആളാണെങ്കിൽ നമുക്കത് കോമൺ ആയിട്ടും പറയാം. മനസ്സിലാവും? അപ്പൊ രണ്ടും നമ്മൾ എർത്തിന് രണ്ടായിട്ട് പറയുന്നുണ്ട്, കോമൺ ആൻഡ് പ്രോപ്പർ. ഓക്കെ, അപ്പൊ ഓപ്ഷനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് he bought a pen and some ink. Pen, ink, കോമൺ. പെൻ എന്ന് പറയുന്നത് കോമൺ ആണ്. പ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്രോപ്പർ എന്ന് പറയണമെങ്കിൽ അതിന്റെ കൂടെ പെർട്ടിക്കുലറി അതിനെന്തെങ്കിലും പറയണം. അതായത് അല്ലെങ്കിൽ ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും കാര്യംസ്. ഇപ്പോ ലെക്സി, പിൻ പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പേര് വെച്ച് മെൻഷൻ ചെയ്തിട്ടാണ് പറഞ്ഞെങ്കിൽ ഓക്കെ പ്രോപ്പർ നൗൺ ആണെന്ന് പറയാം. പെൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി നമ്മൾ പറയുന്നത് പെന്നാണ്. സോ ഇത് കോമൺ നൗൺ ആണ് പെൻ. ഓക്കെ, നെക്സ്റ്റ് സം ഇങ്ക്. സം ഇങ്ക് എന്ന് പറയുമ്പോ അത് ഇങ്ക് എന്ന് പറഞ്ഞാലും അത് കോമൺ അല്ലേ? കോമൺ ആണ്. അവിടെ പ്രത്യേകിച്ച് അത് മെൻഷൻ ചെയ്തിട്ടില്ല. കറക്റ്റ് പേരൊന്നും പറയുന്നില്ല. മെറ്റീരിയൽ നൗൺ ആവുക? ആ, മെറ്റീരിയൽ ആണ് വരാം. ഓക്കെ, പെന്നും മെറ്റീരിയൽ പെടും. നെക്സ്റ്റ് ബാക്ടീരിയ. ബാക്ടീരിയ എന്താ വരാ? കോമൺ. കോമൺ ആണ്. ബാക്ടീരിയ കോമൺ ആണ്. പല ടൈപ്പ് ബാക്ടീരിയാസ് ഉണ്ട്. ബാക്ടീരിയ, പക്ഷെ ബാക്ടീരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പേരുമായിട്ട് കണക്കാക്കിയാലും അത് പ്രോപ്പർ ആയിട്ട് പറയാം. ഓക്കെ, അങ്ങനെയും ചിലപ്പോൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് ഓക്കെ ബാക്ടീരിയ എന്ന് പറയുന്നത് കോമൺ ആണ്. പെർട്ടിക്കുലർ നെയിമും കൂടെ ആഡ് ചെയ്തിട്ടാണ്, കാരണം ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ പ്രോപ്പർ ആയിട്ട് വരും. ബാക്ടീരിയ എന്ന് മാത്രമാണെങ്കിൽ നമുക്കത് കോമൺ ആയിട്ട് യൂസ് ചെയ്യും. ഡിസീസ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. ആബ്സ്ട്രാക്ട് ആയിട്ടും പറയാം, അതൊരു രോഗമാണ്. ഒരു കോമൺ ആയിട്ടും പറയാം അല്ലേ. രണ്ടും നമുക്ക് യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് നമുക്കത് പറയാം, അബ്സ്ട്രാക്ട് ആയിട്ട് നമുക്കത് കാണാനും കേൾക്കാനും പറ്റുന്നില്ലല്ലോ. അപ്പൊ അത് ആബ്സ്ട്രാക്ട് ആയിട്ടും പറയാം. ഓക്കെ, നെക്സ്റ്റ് സോളമൻ, then wisdom. Proper noun wisdom, abstract noun. Solomon എന്ന് പറയുന്നത് proper and wisdom is abstract noun. Next class,
collective, collective, collective noun. Girls, boys, Common. Common. common noun. Yeah. Muhammad, honesty, Muhammad proper. Muhammad proper, honesty, abstract, Abstract. yeah, Muhammad proper, honesty, abstract ആണ്. Cleanness and godliness Abstract noun. abstract, are abstract nouns. Then the committee and collective, committee, collective, clerk, common, Clerk common. common ആണ്, committee collective ആണ്. Okay. So first exercise clear ആണ്. ഇനി നമുക്ക് next exercise 2. നിങ്ങളത് മ്യൂട്ട് ചെയ്യുമോ എല്ലാവരും? ശ്രദ്ധിക്കുക, മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുമ്പോൾ. ഓക്കെ, രശ്മി മ്യൂട്ട് ചെയ്യൂ. നിങ്ങള് എല്ലാവരും ഓരോരുത്തരും പറയാണ്ട് അൺമ്യൂട്ട് ആവുന്നതാണ് എന്ന് വിചാരിക്കാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്ലാസ്സിൽ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക. ഒരാള് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, എനിക്കും അത് ഡിസ്റ്റർബ് ആണ്. ക്ലാസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ഓൾമ്യൂട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്, ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഞാൻ ഓൾമ്യൂട്ട് കൊടുത്തിട്ട് ക്ലാസ് എടുക്കാത്തത്. കാരണം എല്ലാവർക്കും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചെന്ന് വരില്ല. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്നോട് ചോദിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾമ്യൂട്ട് കൊടുക്കാത്തത്. ഓക്കെ, അത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. എക്സസൈസ് 1 ഏത് നൗണാണോ? എക്സസൈസ് 1 ഐ ആണോ? ഐ ക്ലീൻലെസ്, ഗോൺലെസ് എന്ന് പറയുന്നത് ആബ്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, മേഡം എനിക്ക് എച്ച് ഒന്ന് പറഞ്ഞു തരണം. എച്ചില് കമ്മിറ്റി കളക്റ്റീവ് നൗൺ, ക്ലർക്ക് എന്ന് പറയുന്നത് കോമൺ. എച്ച് ഇല്ലേ, പ്രോഫിറ്റ് മുഹമ്മദ് ഈസ് ഫേമസ് ഫോർ ഹിസ് ഹോണസ്റ്റി. അത് എച്ചില് മുഹമ്മദ് എന്ന് പറയുന്നത് പ്രോപ്പർ, ഹോണസ്റ്റി എന്ന് പറയുന്നത് ആബ്സ്ട്രാക്ട്. ഓക്കെ, ഒന്ന് ബി പറഞ്ഞോ. ബി അത് കളക്റ്റീവ് ആണോ? ബി വിസ്ഡം, വിസ്ഡം ആൻഡ് സ്ട്രെങ്ത് അല്ലേ? കളക്റ്റീവ് ആണോ? നോ, അത് രണ്ടും കളക്റ്റീവ് ആണ്. സോറി, ആബ്സ്ട്രാക്ട് ആണ്. അബ്സ്ട്രാക്റ്റ് അല്ലേ പറഞ്ഞത്? ബി വിസ്ഡം ആൻഡ് സ്ട്രെങ്ത് ആബ്സ്ട്രാക്ട്. മാം ഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ എന്തോന്നൊന്ന് ഒന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമേ. മെറ്റീരിയൽ എന്ന് പറയാൻ കാരണം ഇപ്പോ ഈ പെൻ ആണെങ്കിലും ഇങ്ക് ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ, അല്ലെ? സെൽഫ് മെയ്ഡ് അല്ലേ ഇതെല്ലാം? ആണോ? അപ്പൊ അത് മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങള് എന്തായിക്കോട്ടെ നമുക്ക് അവൈലബിൾ ആകുന്ന എല്ലാനും ഒന്നില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോ നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ്, കുറെയൊക്കെ നമ്മുടെ മാൻമേഡ് ആണ്. അതെല്ലാം മെറ്റീരിയൽസ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന എല്ലാം മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാനും മെറ്റീരിയൽസ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന എയർ പോലും മെറ്റീരിയൽ ആണ്. ബിക്കോസ് അത് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, നേച്ചർ ആണ്, അല്ലെ? വാട്ടർ, പിന്നെ എയർ, ഇതെല്ലാം എന്താണ്? നേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അല്ലെ? അപ്പൊ ഇതെല്ലാം മെറ്റീരിയൽസ് ആണ്. ഇങ്ക് ആണെങ്കിലും ഇങ്കും മാൻമേഡ് ആണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഇങ്ക് ഉണ്ട്, അല്ലാണ്ട് നേച്ചറിൽ നിന്ന് കിട്ടുന്നതുണ്ട്. ഓക്കെ, അപ്പോ ഈ കാണുന്ന എല്ലാവരും ഏത് നൗണാണെന്ന് ചോദിച്ചാൽ നമുക്ക് നൗണും പറയാൻ പറ്റും. അത് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ ആണ്, അല്ലെ? ഫുഡും മെറ്റീരിയൽ ആണ്. അത് കിട്ടുന്നത് നേച്ചറിൽ നിന്നാണ്. വുഡ് വെച്ചിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ മാൻമേഡ് ആണ്. അപ്പൊ എല്ലാം മെറ്റീരിയൽസ് ആണ്. അപ്പൊ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണുന്ന എല്ലാം മെറ്റീരിയൽ അല്ലേ? അപ്പൊ നൗൺ ഏതാന്ന് വെച്ചപ്പോ കോമൺ നൗൺ അല്ലേ പറയണ്ടേ? ഇങ്ക് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. പെന്ന് അല്ലാതെ മെറ്റീരിയൽ നൗൺ എന്നൊന്നും പറയരുത് കേട്ടോ. അത് മെറ്റീരിയൽ ആണെന്ന് വെച്ചപ്പോ ആണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്ന നൗൺ ഇല്ല, അത് കോമൺ നൗൺ ആണ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. മെറ്റീരിയൽ അതിന്റെ ഡേറ്റ് വെറുതെ കൺഫ്യൂസിങ് ആക്കണ്ട. ഇങ്ക് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ് എന്ന് മനസ്സിലാക്കാം.
താങ്ക് യു. മേഡം ജി ഒന്ന് പറഞ്ഞു തരുമോ? പിയോ ജി 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 ക്ലാസ് കളക്റ്റീവ് നൗൺ ആൻഡ് ഗേൾ ബോയ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. ഓക്കെ, മാം ജെ എന്ന് പറയോ? ജെ 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 ക്ലീൻനെസ് ആൻഡ് കോൺലെസ് എന്ന് പറയുന്നത് ഇത് ആബ്സ്ട്രാക്ട് ആണ്. ഓക്കെ, മാം നെക്സ്റ്റ് പോയി ഇത് കൊറേ ഡൗട്ട് വന്നോണ്ടിരിക്കും, അതായിരിക്കും നല്ലത്. ഓക്കെ. നിങ്ങള് ഫുൾ ഡൗട്ടിങ് ആൾക്കാരാണോ ക്ലാസ്സില്? ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, അത് എടുക്കുന്ന ടൈമില് അത് ശ്രദ്ധിച്ചിരുന്നെങ്കില് ഇപ്പൊ ഡൗട്ട് കേൾക്കേണ്ട ആവശ്യം വരുമോ? ഓക്കെ, അപ്പൊ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഇനിയിപ്പോ ശരിയാണ്, ഡൗട്ട് ചോദിക്കാൻ ഡൗട്ട് ചോദിച്ചിരിക്കും. അപ്പൊ ഇനി പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിരിക്കുക, അപ്പൊ ഡൗട്ട് വരില്ല. ഓക്കെ, ഇവിടെ ഒരാള് ചോദിച്ചാൽ മതി, പിന്നെ എല്ലാവർക്കും പരക്കെ ഡൗട്ട് ഇരിക്കും. ഓക്കെ, ഡൗട്ട് കിട്ടില്ല. മനസ്സിലായവർക്കും കൂടി ലാസ്റ്റ് ഭ്രാന്താവും. അത് പ്രോത്സാഹിപ്പിക്കാം. ഡൗട്ട് ക്ലാസ് ആണ്, അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ, മാക്സിമം ശ്രദ്ധിച്ചിരിക്കൂ. മനസ്സിലായവരും കൂടി മറന്നുപോകും മിസ് മിക്കവാറും. എന്തോ ഇവിടുത്തെ ഡൗട്ട്സ് കാരണം മനസ്സിലായവർക്ക് വരെ ലാസ്റ്റ് കൺഫ്യൂഷൻ ആവും. എ മുതൽ ജെ വരെ മുഴുവൻ പറഞ്ഞതല്ല മാം, അപ്പൊ ശ്രദ്ധിക്കാതെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്ന ടൈം പോവല്ലേ ചെയ്തത്. അത് ബാക്കി അങ്ങനെ ചോദിച്ചാൽ മാം പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. ക്ലിയർ എല്ലാരും കൂടി ആയിട്ട് ആൻസർ പറയുമ്പോൾ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗ്രൂപ്പിലൊക്കെ ഇടുന്നതാണിത്. അതപ്പോ അങ്ങനെയുള്ള എഴുതിയെടുക്കും, നമുക്ക് സെക്കൻഡിലോട്ട് പോവാം. അതാണ് നല്ലത്. അതുകൊണ്ട് എക്സസൈസ് 2 പറയാൻ പോവാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ എക്സസൈസ് 2 എന്ന് പറയുന്നത് ഫസ്റ്റ് അതിലെ വേർഡ് ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന വേർഡാണ് നമ്മള് പ്ലൂറലൈസ് ചെയ്യേണ്ടത്. ബ്രദർ ഇൻ ലോ എന്ന് പറയുന്ന വേർഡിന്റെ പ്ലൂറൽ എന്തായിരിക്കും? ബ്രദേഴ്സ് ഇൻ ലോ ബ്രദറിനെയാണ് പ്ലൂറലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ് അതിന്റെ പ്ലൂറൽ വേർഡ്. ബ്രദർ ഇൻ ലോസ് അല്ലേ? ഹിസ് ബ്രദേഴ്സ് ആർ ഹിസ് ബ്രദേഴ്സ് ഇൻ ലോ. ഓക്കെ, നിങ്ങള് എല്ലാരും കൂടെ ഇത് പറഞ്ഞാല് ക്ലിയർ ആകില്ല. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കൂ. ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് ബ്രദറിനെ പ്ലൂറൽ ചെയ്യും, ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ്. ഓക്കെ, ബ്രദേഴ്സ് ഇൻ ലോ, ഒരിക്കലും ലോയിനെ പ്ലൂറലായിട്ട് ചെയ്യരുത്, ലോസ് എന്ന് പറയരുത്, അത് മിസ്റ്റേക്ക് ആണ്. എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് അത് പഠിക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കാം. ബ്രദേഴ്സ് ഇൻ ലോ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ സെന്റൻസിനെ നോക്കുന്നില്ല. ഓക്കെ, ഇവിടെ ജസ്റ്റ് ആ വേർഡിനെ മാത്രമേ ഞാൻ പ്ലൂറലൈസ് ചെയ്യുന്നുള്ളൂ. സെന്റൻസിനെ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഓക്സിലറീസിന് മാറ്റം വരും. കാരണം സിംഗുലർ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് വേറെയാണ്, പ്ലൂറൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് വേറെയാണ്. ഇപ്പോ ഞാൻ ഓക്സിലറീസിനെ കുറിച്ച് പറയുമ്പോ കുറച്ചു പേർക്ക് ഓക്സിലറിക്ക് അറിയാവുന്നവരുണ്ടാകും, കുറച്ചു പേർക്ക് അറിയാത്തവരുണ്ടാകും. ഓക്കെ, അങ്ങനെ ഞാനിപ്പോ പറഞ്ഞാല് ചിലപ്പോ ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ സെന്റൻസ് ഇപ്പൊ പറയാത്തത്. നിങ്ങൾ ചിലർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, 6 ആണ് എന്ന് പറയാൻ കറക്റ്റ് ആണ്, 6 ആണ്. പക്ഷെ ഞാനിതിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്താല് കുറച്ചു പേർക്കൊന്ന് ക്ലിയർ ആകില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അത് പിന്നീട് ഓക്സിലറീസിനെ കുറിച്ച് ഞാൻ പിന്നീട് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ക്ലാസ് എടുത്തരാം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കുറച്ചു പേർക്ക് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത് അറിയാത്തവരെയാണ്. അപ്പൊ അതിനു വേണ്ടി നമുക്കൊരു വേർഡ് ക്ലാസ് മാറ്റി വയ്ക്കാം, അത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു നോട്ടെല്ലാം തന്ന് മനസ്സിലാക്കി തരാം. ഇപ്പൊ നമുക്ക് വേർഡ് മാത്രം പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ വേർഡ് എന്ന് പറയുന്നത് ബ്രദേഴ്സ്
ഇൻ ലോ അല്ലെ, ബ്രദർ ഇൻ ലോയുടെ പ്ലൂറൽ ബ്രദേഴ്സ് ഇൻ ലോ. അത് നിങ്ങൾ പഠിക്കുക, എല്ലാ കാര്യങ്ങളും അറിയില്ല എങ്കിൽ മനസ്സിലാക്കി വെക്കാതെ പഠിച്ചു വെക്കുക. ഓക്കെ, ഇപ്പൊ ഈ സിസ്റ്റർ ഇൻ ലോ ആണെങ്കിൽ സിസ്റ്റേഴ്സ് ഇൻ ലോ എന്ന് വരും, മദർ ഇൻ ലോ ആണെങ്കിൽ മദേഴ്സ് ഇൻ ലോ എന്ന് വരും. ഓക്കെ, ആ പെർട്ടിക്കുലർ വേർഡ് മാത്രമാണ് പ്ലൂറൽ ചെയ്യുക. അല്ലാണ്ട് ലോസിൽ ഒരിക്കലും ആ ലോയിന് ലോസ് ആക്കില്ല എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എ നമ്മൾ ആൻസർ പറഞ്ഞു, ബ്രദർ ഇൻ ലോ എന്ന് പറയുന്നത് ബ്രദേഴ്സ് ഇൻ ലോ ആണ്. നെക്സ്റ്റ്, ഇനി ഇവിടെ ഉള്ള സെന്റൻസ് മാൻ സെർവന്റ് ആണ്. ഇവിടെ എന്താണ് ചേഞ്ച് വരേണ്ടത്? സെർവൻസിനെ അല്ല, മാൻ എന്നുള്ളതിനെ മെൻ ആക്കണം. ഓക്കെ, മെൻ സെർവന്റ് എന്നാണ് വരാം. മെൻ സെർവന്റ്, മെൻ സെർവൻസ് അല്ലാട്ടോ. ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മെൻ സെർവന്റ് ഒരിക്കലും നമ്മൾ പറയില്ല. മെൻ സെർവന്റ് അല്ല, സർവൻസ് എന്ന് പറയില്ല, മെൻ സെർവന്റ് എന്നേ പറയുള്ളൂ. ഇവിടെ എവിടെയാണ് ടെക്സ്റ്റില് അത് സിംഗുലർ വേർഡിനെ പ്ലൂറലൈസ് ചെയ്യുന്ന പോർഷനിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കണം കേട്ടോ. ഇവിടെ എവിടെയും ഉണ്ട്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്യും. മെൻ സെർവന്റ് ആണേ. നെക്സ്റ്റ്, വുമൺ. വുമൺ എന്താണ് അറിയാലോ? വിമൻ. MAN എന്നുള്ളത് MEN ആയിട്ട് മാറും. ഇതെല്ലാം പഠിച്ചു വെക്കണം കേട്ടോ, ഒരിക്കലും മാറരുത്. വുമൺ എന്നുള്ളത് വുമൻ ആകും, മാൻ എന്നുള്ളത് മെൻ ആണ്. മാൻ എപ്പോഴും സിംഗുലർ ആണ്, മെൻ എന്ന് പറയുന്നതാണ് പ്ലൂരൽ. അതുപോലെ തന്നെയാണ് വുമണില്. വുമൺ സിംഗുലർ, വിമൻ പ്ലൂരൽ. ഇതൊക്കെ പഠിച്ചു വെക്കാം, മസ്റ്റായിട്ടും പഠിച്ചു വെക്കാം. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ്. ചെറിയ ചെറിയ കാര്യമാണെങ്കിലും അത് ഇമ്പോർട്ടന്റ് ആണ്, എന്തെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ. ഇതെല്ലാം പഠിച്ചു വെക്കുക. ഇനി ഹൗസ് വൈഫ്, അത് സിംഗുലർ ആണ്. വൈഫ്, ഹൗസ് വൈഫ്സ് ആണ് WIVES, വൈഫ്സ്. ഓക്കെ, ഹൗസ് വൈഫ്സ് ഇങ്ങനെയാണ് വരാം. കുറച്ചുകൂടി ടെക്സ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ്, ഗേൾ. ഗേൾസ് ആണ്. ഗേൾസ് ആണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ലോ എന്ന് പറയുന്നത് ലോസ് ആയിട്ട് വരും. ഈ നിയമം എന്ന് പറയുന്നത് നിയമങ്ങൾ എന്നായിട്ട് വരും. ലോസ്. കേട്ടല്ലോ? ഇവിടെ ഡി എന്ന് പറയുന്ന സെന്റൻസില് ഗേൾ എന്ന് പറയുന്ന വേർഡും ലോ എന്ന് പറയുന്ന വേർഡും ആണ് ഉള്ളത്. ഗേൾ ഗേൾസ് ആകും, ലോസ് ആകും. ഒരിക്കലും അപ്പോസ്ട്രോഫിയസ് ഇടരുത്. അറിയാലോ അപ്പോസ്ട്രോഫിയസിന്റെ കാര്യങ്ങളൊക്കെ? അത് ഓണർഷിപ്പ് ആണ് വരാം, അപ്പോസ്ട്രോഫിയസ് അല്ല. വെറും മെത്തേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് പ്ലൂറൽ ആകാം. ഓക്കെ, നെക്സ്റ്റ് മൈ ഫ്രണ്ട്. ഫ്രണ്ട്സ് ആണ് വരാം. ഫ്രണ്ട്സ് ആണ് വരാം. ഫ്രണ്ട്സ്. നെക്സ്റ്റ്, ഇവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. സയന്റിഫിക് ആയിരിക്കാം ചിലപ്പോ, അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ആണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് മാറുന്നു. ഇത്രയുള്ള വ്യത്യാസം ഇവിടെ. ഇനി ചീഫ് ഞാൻ പറഞ്ഞല്ലോ, ചീഫ് ഓൾറെഡി അത് പ്ലൂറൽ ആണോ? മിസ്റ്റേക്ക് വരുന്നുണ്ട്. ചീഫ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. ചീഫ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഞാൻ എക്സെപ്ഷൻസ് വേർഡ്സ് എന്ന് പറഞ്ഞിരുന്നു നൗണിന്റെ ക്ലാസ്സില്. ചീഫ് എന്താണ്? ചീഫ്സ് തന്നെയാണ്, ചീഫ്സ് ആണ്. ഒരിക്കലും VS അല്ല. ഓക്കെ, പ്ലൂറൽ നൗൺ എന്ന് പറയുന്ന ഞാൻ നോട്ടില് അത് പ്രത്യേകം ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞതാണ്. അത് എക്സെപ്ഷൻസ് വേർഡ്സ് ആണ്. അറിയാത്തവര് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞിരുന്നില്ലേ നോട്ട്? Exceptions words. Chief. Chef under chief and okay.
Yeah. ഈസ് ആറാവൂലേ? ഓക്സിലറീസിന്റെ ഡൗട്ട് ഞാൻ പിന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഓക്സിലറീസ് പറയുമ്പോ നമ്മള് എല്ലാം പറയണം. ചീഫ് എന്താണ്? ചീഫിന്റെ പ്ലൂറൽ എന്താണെന്ന് നോക്കി, എന്തായിരിക്കും പറയൂ, ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കി. ചീഫിന്റെ വിത്ത് പ്ലൂറൽ നെയിം ഓഫ് ചീഫ് നോക്കൂ. Okay, just wait a second. എന്താണ് ചീഫ് എന്നെന്താണ്? ചീഫ്സ് അല്ലേ? അതാണ് എക്സെപ്ഷൻസ് വേർഡ്സ് എന്ന് പറഞ്ഞ്. ഓക്കെ, ചീഫിന്റെ കൂടെ എസ് ആണ് ആഡ് ചെയ്യാം, അല്ലാതെ എസ് വരില്ല. ഓക്കെ, ചീഫ് എന്നുള്ളത് ചീഫ്സ് ആണ്, എക്സെപ്ഷൻ വേർഡ് ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി പോലീസോ? പോലീസ് എന്താണ്? പോലീസിന്റെ പ്ലൂറൽ എന്താണ് പറയൂ? പോലീസിന്റെ കൂടെ എസ് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? പോലീസേഴ്സോ? പോലീസ് തന്നെയാണ് കേട്ടോ. പ്ലൂറല് പോലീസ് തന്നെയാണ്. പോലീസ് ഓൾറെഡി പ്ലൂറൽ ആണ്. ഓൾറെഡി പ്ലൂറൽ മീൻസ് അത് സിംഗുലർ ആയിട്ട് പ്ലൂറൽ വേർഡ് ആണ്. അത് സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, പ്ലൂറൽ വേർഡ് ആണ്. ഓക്കെ, ഇനി ഹി ഈസ് എ ഫ്രണ്ട് ഓഫ് ദ പുവർ. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ആണ്. ഓക്കെ, ഇനി കാറ്റ് നമുക്ക് വേണമെങ്കിൽ കാറ്റ്സ് ആക്കാം. കാറ്റ്സ്. Then problems ആകാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് എക്സസൈസ് 2 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? വേറെ പ്രത്യേകിച്ച് ഒരുപാട് വേർഡ്സ് ഇല്ല. നിങ്ങൾ അല്ലാതെ ഇത്രയും നിങ്ങൾക്ക് സിംഗുലർ പ്ലൂറൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ നോട്ട് പഠിക്കാം. അത് മാത്രമല്ല ടെക്സ്റ്റും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് അത് പഠിച്ചു വെക്കാം. എന്തൊക്കെയാണ് അതിന്റെ പ്ലൂറൽ വേർഡ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അൺമ്യൂട്ട് ചെയ്യാം. എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഇനി എന്താണ് പറയൂ. ഈ ഓക്സിലറീസിന്റെ ഡൗട്ട് നിന്നാൽ ബാക്കി ആൾ ക്ലിയർ ആണോ? ഓക്സിലറീസിന്റെ ഡൗട്ട് അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഞാനിപ്പോ പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ പറഞ്ഞ് ശരിയാവില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്തൊക്കെ ഒന്നാമത് നിങ്ങൾക്ക് ഡൗട്ട് കൂടുതലുള്ളതാണ്. സോ ഡൗട്ട് തീരില്ല, ഡൗട്ട് കൂടെയുള്ളൂ. ഇപ്പൊ അല്ല നമ്മളില്ലേ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നേ, ഈസ് ആറാക്കി വില്ല് വുഡാക്കി അങ്ങനെയാണ് മൊത്തം എക്സസൈസ് ചെയ്തിട്ടുള്ളേ. അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാ. കുഴപ്പമില്ല. ഈ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് എന്താണ്, അല്ല സിംഗുലർ നൗണിന്റെ കൂടെ ഓക്സിലറി ഏതാണ് വരാ? ഈസ് ആണ് വരാ. പ്ലൂറൽ ആണെങ്കിൽ ആറാണ് വരാ. ടെൻസ് മാറുമ്പോ ഇത് മാറുന്നുണ്ട്, ഓക്സിലറീസ് മാറും. ഓക്കെ, പിന്നെ വില്ല് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്യൂച്ചർ ടെൻസിലാണ്. അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. വില്ലിന് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഈസും ആറുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അതിന്റെ പാസ്റ്റ് വേർഷൻ ഉണ്ട്, അതും കൂടെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ പറയുന്നില്ല. പറയുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ. ഓക്കെ മാം, ഓക്കെ, സോറി.
അപ്പൊ അതാണ് ഞാൻ സെന്റൻസ് റീറൈറ്റ് ചെയ്യണ്ട, ജസ്റ്റ് വേർഡ് മാത്രം ക്ലിയർ ചെയ്യാം. ഇപ്പോ സിംഗുലർ നൗൺ പ്ലൂറൽ നൗൺ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ പ്ലൂറലിന്റെ സിംഗുലറിന് ചോദിക്കുമ്പോ ഞങ്ങൾ ആ വേർഡ് കംപ്ലീറ്റ് വിൽ ഡ്രിങ്ക് മിൽക്ക്, അപ്പം ദ ക്യാറ്റ്സ് വുഡ് ഡ്രിങ്ക് മിൽക്ക് എന്നല്ലേ എഴുതണ്ടേ? വുഡിന് ആവശ്യമില്ലല്ലോ. ക്യാറ്റ്സ് ബാക്കി എങ്ങനെ ഞങ്ങൾ എഴുതും? അതാ ഞാൻ പറഞ്ഞു. അതായത് വില്ല് എന്ന് പറയുമ്പോ വുഡ് എന്ന് പറയുമ്പോ ഒരിക്കലും അത് പ്ലൂറലായത് കൊണ്ട് മാറുന്നതല്ല. വുഡ് വരുന്നത് പാസ്റ്റ് ടെൻസിലാണ്, വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. ഓക്കെ, അതാണ് പറഞ്ഞത്. നിങ്ങള് അത് ഭയങ്കര കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് ഇപ്പൊ വിട്ടേക്കൂ സിംഗുലർ നൗൺ പ്ലൂറൽ ക്ലിയർ ആയോ? ഓക്കെ, അത് ക്ലിയർ. എവിടെ അറിയോ? ഇങ്ങോട്ട് പോകണ്ട, അവിടെ. ഓക്കെ, എക്സസൈസ് എങ്ങനെയാണ് നോക്കണോ? കറക്റ്റ് ആണോ എന്ന് അറിഞ്ഞ കോൺഫിഡൻസ് അല്ലേ പിന്നെ. ഓക്കെ, അതുകൂടെ നോക്കാം. എല്ലാവരും ഗ്രൂപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒന്നും പാടില്ല, ജസ്റ്റ് ടെക്സ്റ്റ് ഓൺലി. ഓക്കെ, ഞാൻ ഓൾമോട്ട് കൊടുക്കത്തില്ല. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യാൻ മാത്രം മതി. ഇവിടെ ഫർണിച്ചേഴ്സ് എന്ന് വേണ്ട, ഫർണിച്ചർ എന്ന് മതി. സെന്റൻസ് വൈസ് നോക്കണ്ട കേട്ടോ. സെന്റൻസ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. കാരണം ഇവിടെ ഓൾറെഡി ഓൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഫർണിച്ചർ നമുക്ക് ഗ്രാമാറ്റിക്കലി നോക്കുമ്പോൾ ഓക്കെ അവിടെ ഓൾ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫർണിച്ചർ എന്നതിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ നമുക്ക് പിന്നെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്നത് ഇത് കറക്റ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്യാനാ പറയുന്നത്. സെന്റൻസിനെ റെക്ടിഫൈ ചെയ്യാം, അതായത് ഇൻകറക്റ്റ് യൂസ് ഓഫ് നൗൺസിനെ റെക്ടിഫൈ ചെയ്യാം. ഇവിടെ ഇൻകറക്റ്റ് യൂസ് എന്ന് പറയുന്നത് എല്ലാവരും പ്ലൂറലൈസ് ചെയ്തിട്ടുണ്ട്, അതിനെ സിംഗുലർ ആക്കാൻ മാത്രമാണ് പറയുന്നത്. അവരെ ഉദ്ദേശിക്കുന്നതാണ് വേർഡ്സിനെ, പ്ലൂറൽ വേർഡ്സിനെ സിംഗുലറൈസ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം അവർ പറയുന്നു അത് റീറൈറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പ്ലൂറലായിട്ട് കാണുന്ന എല്ലാവരും സിംഗുലർ ആക്കും. സെന്റൻസ് വൈസ് അത് നിങ്ങൾ നോക്കണ്ട, അപ്പൊ വേർഡ്സ് വൈസ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ ഫർണിച്ചർ ആക്കാം, അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞ അഡ്വൈസ് ആക്കാം, ട്രാഫിക് എന്ന് പറയുന്നത് ട്രാഫിക് ആക്കാം. ഒരിക്കലും പീസ് ഓഫ് അഡ്വൈസ് ഒന്നും വേണ്ട, കുഴപ്പമില്ല. സം മോർ അഡ്വൈസ്, അവിടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സമ്മും മോറും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ അഡ്വൈസസ് എന്ന് പറയേണ്ട ആവശ്യം അല്ലെ, അതാണ് അവിടെ മിസ്റ്റേക്ക് വരാം. അപ്പൊ നിങ്ങൾ ആ വേർഡ് മാത്രം ചിന്തിക്കും. കാരണം പറയുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് പറയേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് പിന്നെയും കൺഫ്യൂഷൻ കൂടും. ഇവിടെ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എക്സസൈസ് പറഞ്ഞിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ ഉള്ളത് സിംഗുലർ നൗൺസിനെ കുറിച്ചും അതായത് നൗൺസിനെ കുറിച്ചിട്ടാണ് ഈ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിനിടയിൽ ഈ ഓക്സിലറീസും പിന്നെ എന്തുകൊണ്ടാണ് അവിടെ മാറ്റങ്ങൾ വന്നത് എന്നൊന്നും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നൗണിനെ മാത്രം ബേസ് ചെയ്ത് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞാൽ മതി. അത് മാത്രം ബേസ് ചെയ്തിട്ടാണ് ഇവിടെ എക്സസൈസ് വന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പൊ നമുക്ക് നൗണിനെ തന്നെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ലാതെ ആ സെന്റൻസ് റീറൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നാല് നിങ്ങൾക്ക് ആ നൗണിനോടുള്ളൊരു ടച്ച് പോകും, നിങ്ങൾക്കത് കൺഫ്യൂഷൻ വരും. ഓക്കെ, നമുക്ക് ആ നൗണിനെ മാത്രം ബേസ് ചെയ്തിട്ട് എക്സസൈസ് പറയാം. അപ്പൊ ഫർണിച്ചർ, അഡ്വൈസേഴ്സ്, അഡ്വൈസ്, ട്രാഫിക് എന്ന് വരും. Then decors, then എന്താണ് descripts. അവിടെ ഒന്നും മാറ്റൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് ചേഞ്ചസ് ഒന്നുമില്ല. Would be great, അവിടെ ചേഞ്ച് ചെയ്താ. Looking forward, good news, hearing good news, അല്ലെങ്കിൽ ന്യൂസ് ഒന്നുമില്ല. സ്പേസസ് എന്നുള്ളത് സ്പേസ് ആണ്. Then വേറെ ഐക്കൊന്നും ചേഞ്ച് ചെയ്താ.
satisfied with there is no change. Stationaries എന്നുള്ളത് stationary ആണ്. Then homework. Missionary is also illusion. Yeah, ഇത്രയേ ഉള്ളൂ. കാരണം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് എക്സാമ്പിൾസ് അവിടെ കറക്റ്റ് ആണ്. അവിടെ വേറെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട ആവശ്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ. Is it clear? Exercise 3. Clear. Okay. Yeah. Moving on. The fourth exercise. Elephants are animals. ഇതും same. Pluralനെ singular ആക്കാൻ. Elephant, animal, dog, friend, classroom, blackboard, rose, flower, city, town, policeman, policeman, cap, table, chair, room, then beginner, meal. Meals, yeah, meal. That's right. Boy. Clear ആണോ? A, elephants എന്നുള്ളത് elephant ആകുന്നു, animals എന്നുള്ളത് animal ആകുന്നു. Dogs എന്നുള്ളത് dog, friends, friend. Classrooms, classroom. Blackboard, blackboards. Rose, flowers, flower. Cities, city. Towns, town. Policeman, cats, cap. Tables, chairs, chair, rooms, room, and beginner, boys, boy, meals, meal. ഇതാണ് exercise 4. Okay, ഇതിലൊന്നും ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണ് അല്ലേ? ക്ലിയർ. Exercise 3 ഓ എന്താണ്? Exercise 3 ഓയില് ഓയിലല്ലേ? I heard about the next room. പ്രതീക്ഷയില്ല. അവിടെ എന്താ പ്ലൂറലായിട്ടുള്ള? ഒന്നുമില്ല, പ്ലൂറില്ല, മിസ്റ്റേക്സ് ഒന്നുമില്ല. ഓക്കെ, ഇനി എക്സസൈസ് 5 രാമൂസ് ബൈസൈക്കിൾ എന്ന് പറയാം. അപ്പോസ്ട്രോഫി രാമൂസ് ബൈസൈക്കിൾ എന്ന് പറയാം. നെഹ്റൂസ് സ്റ്റാച്യു പറയാം. മെമ്മറി ഓഫ് ഡോൾഫിൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഡോൾഫിൻസ് മെമ്മറി എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്സ് ഇല്ല. രണ്ടും യൂസ് ചെയ്യാനേ. നമുക്ക് അവിടെ ഓഫ് യൂസ് ചെയ്യാം, എസ് യൂസ് ചെയ്യാം. അവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല. മൈ ഫാദേഴ്സ് ബുക്സ് ആണ്. The pictures of the frame, I mean the frame of the pictures എന്ന് പറയാം. പിന്നെ India's neighbors എന്ന് പറയാം, അല്ലെങ്കിൽ neighbors of India എന്ന് പറയാം. പിന്നെ wages, a week's wages എന്ന് പറയാം, അല്ലെങ്കിൽ wages of a week എന്ന് പറയാം. God's milk, the boys school എന്ന് പറയുമ്പോൾ ബോയ്സ് എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ടാണ്, അല്ലെങ്കിൽ സ്കൂൾ ഓഫ് ദി ബോയ്സ് എന്ന് പറയും. അല്ലെങ്കിൽ പിന്നെ എ മന്ത് ഹോളിഡേ ഓഫ് എ മന്ത്. ഓക്കെ, അവിടെ ഓഫ് ജെനിറ്റീവോ എസ് ജെനിറ്റീവോ രണ്ടും വെച്ച് പറഞ്ഞാൽ നമുക്ക് അവിടെ മിസ്റ്റേക്സ് ഒന്നും വരുന്നില്ല. ഓക്കെയാണോ? രണ്ടും ഓണർഷിപ്പ് ആണ്. ഇവിടെ എന്താ മിസ്റ്റേക്സ് വരാം? ഓക്കെ, ദിസ് ഇസ് ഫോർ എന്താണ് അശ്വതീസ് ക്ലാസ് എന്ന് പറയാം. ഇത് എന്റെ ക്ലാസ്, അശ്വതി ക്ലാസ് ആണ്. ഇതിപ്പോ ഇങ്ങനെ പറയാം, അശ്വതീസ് ക്ലാസ് ആണെന്ന് പറയാം. ക്ലാസ് ഓഫ് എന്താണ്? അത് ക്ലിയർ ആയി മാം, അടുത്ത് എടുക്കാം. എക്സസൈസ് 6 സം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞാണ്. ഓക്കെ, there are some chemistry books. ഞാൻ ആൻസർ അടക്കം പറയുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കാം. There are some chemistry books written in Malayalam in the library, but they are arranged in economics books. Did you buy some oranges yesterday? My friend asked me for some money, but I didn't give her any. Sajida never reads any good books. There is hardly some money with me now. Yeah. എന്താണ് എയില് സം ആൻഡ് എനി ആണ്. ഫസ്റ്റ് സം യൂസ് ചെയ്തു, then any. ബിയില്
സം ആണ് വരാ. സിയില് സം ആൻഡ് എനി ആണ് വരാ. ഫസ്റ്റ് സം ദെൻ എനി. ഡിയില് എനി ആണ് വരാ. ഇയില് സം ആണ് വരാ. എഫില് some difficult words, yeah, some ആണ് വരാ. There are any. Okay, F plus some and any. I don't want to eat some more rice. I don't want to eat any more rice. ജി ഒന്നുകൂടെ പറയാം മാം. Yeah, correct. I don't want to eat any more rice. എനിക്ക് കുറച്ച് ഇനി കൂടുതൽ റൈസ് തിന്നാൻ ആഗ്രഹമില്ല എന്നാ. അപ്പൊ any more ആണ് വരാ. I would like to have some more mangoes. G എന്ന് പറയുന്നത് ഫസ്റ്റ് any and then some ആണ് വരാ. Hല് your friend hasn't done some work since the some ആണ് വരാ. Hല് some ആണ് വരാ. Iല് Mr. some then any. They didn't visit any other places. Okay, Iyle first some then any. Jla we saw some ആണ് first then second any ആണ് വരാ. Okay ആണോ? മാം എഫ് ഒന്നും കൂടെ പറയാമോ? എഫ് ഒന്നും കൂടി പറയാം മാം. എഫ് ഡൗട്ട് ഉണ്ട് മാം. F ആണോ? ആർ ദെയർ എനി എന്നാണ് വരാൻ ചാൻസ് ഉണ്ട് മാം. ഈ പാഠത്തിൽ എന്തെങ്കിലും Questions ആണ്. Yeah. Are there any difficult words in this lesson? Yeah, any ആണ് ട്ടോ. നമ്മൾ പറയുള്ളൂ. ബിയില് ഡിഡ് യു ബൈ എനി ഓറഞ്ചസ് അല്ലേ? എന്തോ? ബിയില് ഡിഡ് യു ബൈ എനി ഓറഞ്ചസ് അല്ലേ? But did you buy any oranges? You buy any oranges yesterday? Yeah, any oranges വാങ്ങിച്ചോ? Yeah, correct ആണ്. ഇനിയാണ്. Then പിന്നെ എഫില് ഫസ്റ്റ് ഇനിയാണ് ട്ടോ. അത് difficulties. രണ്ടാമത്തെ സമ്മ വരുമല്ലോ. There are some. Yes, there are some. മാം ഹെച്ച് ഒന്ന് പറയാം. ഹെച്ച്. Your friend hasn't done any work. Yeah, negative വരുമ്പോ ഇനിയാണ്. ശരിയാണ്. Any's work since the beginning of this month. ഇനിയാണ്. Okay, ഒന്നുകൂടെ പറയണോ? ഓൾ ക്ലിയർ മാം. ഇല്ല, ക്ലിയർ ആയില്ല. എന്നോട് പറയാം. തമിഴിന് ഡൗട്ട് ചോദിച്ചത് എന്നോട് സമ്മാണ്. ആർ ഡെയർ സമ്മാണോ ഇനിയാണോ? എഫ്. Yeah. ആർ ദർ എനി ഡിഫിക്കൽട്ട് വേർഡ്സ് ഇൻ ദിസ് ലെസൺ? അങ്ങനെയല്ലേ വരൂ? ആർ ദർ. ഫസ്റ്റ് തുടങ്ങാൻ നോക്കി. ഫസ്റ്റ് എയില് ഫസ്റ്റ് സം ദെൻ എനിയാണ്. ബിയില് എനിയാണ് വരാം. എന്തെങ്കിലും ഓറഞ്ചസ് വാങ്ങിച്ചോ എന്നാണ്. എനിയാണ് വരാം. സിയില് for some money then any. സിയില് ഫസ്റ്റ് സം ആൻഡ് ദെൻ എനിയാണ് വരാം. ഡിയില് never reads, Sajida never reads any good books ആണ്. എനിയാണ് വരാം. ഓക്കെ, ഇയില് there is hardly some money with Nina. some ആണ് വരാം. എഫില് are there any ആണ് വരാം. any then some ആണ് വരാം. ജിയില് I don't want to eat any ആണ് വരാം. then some ആണ് വരാം. എച്ചില് any ആണ് വരാം. ഐയില് some ഫസ്റ്റ് വരും then any വരും. ജയില് some ഫസ്റ്റ് വരുന്നു any ലാസ്റ്റ് വരുന്നു. അതായത് മാം നെഗറ്റീവ് വരുമ്പോ ഇനി വരും, അത്രയല്ലേ ഉള്ളൂ സംഭവം. അതെ, നെഗറ്റീവ് വരുമ്പോ എനിയാണ് വരാം. പോസിറ്റീവ് ആണെങ്കിൽ സം ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ മാം. ഇനി ഡൗട്ട് ചോദിച്ചില്ലേ? ഇന്നത്തെ ഒരു ക്ലാസ് ഡൗട്ട് കൊണ്ടേ തീർന്നു. ഓക്കെ, നിങ്ങള് നൗണിന്റെ മോക്ക് ചെയ്തിരുന്നോ? ഇല്ല മാം. ചെയ്തിട്ടില്ല. അപ്പൊ നാളെ നിങ്ങൾക്ക് നൗണിന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ മാം. ഇനി എന്തായാലും നാളെ പ്രോനൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നോ പ്രോനൗൺ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്ന് തോന്നുന്നു അല്ലെ? ഇല്ല മാം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല.
പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് ബെറ്റർ പറഞ്ഞാൽ ശരിയായിട്ട്. അപ്പൊ ഇനി നൗണിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നൗൺ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പുറത്തെ കാര്യമൊന്നുമല്ല ചോദിച്ചത്, ആ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് മാത്രം. ഞാനൊരു ഫ്രാങ്ക് ആയിട്ടുള്ളൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ ടെക്സ്റ്റിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോഴാണ് കൂടുതലും സംശയമാവുന്നത്. നമുക്ക് അറിയുന്ന പോലെ ഓർത്ത് വെച്ച എല്ലാവർക്കും ഈസി ആണെന്ന് തോന്നുന്നു. ഈ എസ് ജനറ്റീവും ഓഫ് ജനറ്റീവും മാം ഹെഡിങ് തന്നെ ഉണ്ട്. അതിൽ വവ്വലും കൺസോണന്റും പറയുന്ന എളുപ്പം പറഞ്ഞു, പിന്നെ രണ്ടും പറയുന്നതും ഉണ്ട്. എല്ലാം പറയാം, എല്ലാം കറക്റ്റാണ്. അതവിടെ പറയുന്നുണ്ട് മാം. ഞാൻ അത് നോക്കിയാ ചെയ്തത്. എസ് ജനറ്റീവും ഓഫ് ജനറ്റീവും പേജ് നമ്പർ 23. രണ്ടും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് രണ്ടും പറയാം നമുക്ക്. ലിവിങ് തിങ്സിന്റെ മുന്നില് എസ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്, നോൺ ലിവിങ്സ് അങ്ങനെയും പറയുന്നുണ്ട് ഓഫ്. പക്ഷെ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ അത് ടെക്സ്റ്റിൽ പറയുന്നുണ്ടെങ്കിലും പക്ഷെ അത് ഒരിക്കലും പോസിബിൾ അല്ല. രണ്ടിലും നമ്മൾ പറയുന്നുണ്ട്. ശരി മാം. ഓക്കെ, താങ്ക് ഓക്കെ, ടെക്സ്റ്റിൽ നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഒരുപാട് എക്സ്പ്ലനേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെയും ടെക്സ്റ്റും കൂടെ തമ്മില് എന്താ രണ്ടും കൂടെ ഒന്ന് ഈക്വലായിട്ടൊന്ന് റിവൈഡ് ചെയ്ത് നോക്കാം. കാരണം എന്റെ നോട്ടിൽ ഇല്ലാത്തത് പലതും ടെക്സ്റ്റിലുണ്ട്. മനസ്സിലായോ? ടെക്സ്റ്റിൽ ഇല്ലാത്തത് പലതും എന്റെ നോട്ടിലുണ്ട്. അപ്പൊ രണ്ടും വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. എന്തെങ്കിലും ഇതേപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ മാം, നമ്മള് മറ്റേ ഇതില്ലേ സിംഗുലർ പ്ലൂരല് സിംഗുലർ ആക്കാൻ വേണ്ടിട്ട് ഞാൻ 6 ഈസ് ആക്കിയിട്ടാ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനി അത് മാറ്റമൊന്നും വേണ്ടല്ലോ? അത് ചിലത് ഇവിടെ ഉദ്ദേശിക്കുന്നവര് പ്ലൂറലിന് ഈസ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണെങ്കിൽ 6 ആക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചില സെന്റൻസ് മാം, അതായത് 5th എനിക്കൊന്ന് 4th മറ്റേ കാറ്റ്സ് അതില്ലേ, അതാ പറഞ്ഞത്. ഇതിന്റെ അത് നമുക്ക് കാറ്റ്സ് വിൽ കുടിക്കും, അത് നമുക്ക് ടെൻസ് വൈസ് മാറ്റേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ടെൻസ് വൈസ് മാറ്റേണ്ടി വരും. വില്ലെന്നൊക്കെ പറയുമ്പോൾ അവിടെ ആഡ് ചെയ്യാനായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അത് വെച്ചിട്ട് ആഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതല്ല മാം ഞാൻ പറഞ്ഞ എലിഫന്റ്സ് ആർ ആനിമൽ എന്നുള്ളത് എലിഫന്റ് ഈസ് എ ആനിമൽ, ആനിമൽ അങ്ങനെയുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളത് നമ്മളിപ്പോ പറഞ്ഞത് അറിയണം നിർബന്ധമാണ് ഞാൻ പറഞ്ഞത്. നിർബന്ധമൊന്നുമില്ല മാം, നിർബന്ധമൊന്നുമില്ല. ഞാൻ അങ്ങനെയാ ചെയ്തിട്ടുണ്ടേ, ഇനി അത് മാറ്റണ്ടല്ലോ എന്ന് പറഞ്ഞതാ. പക്ഷെ അത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴെങ്കിലും പറയുമ്പോ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. ഇപ്പൊ ഇത്രയും ഒരു ബേസിക് ഞാൻ പറയാം. ഈസ് വന്നോട്ടേക്ക് 6 ആണ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ്. എ കാറ്റ് വിൽ ഡ്രിങ്ക് മിൽക്ക് എന്ന് പറയുന്നത് സെന്റൻസ് വൈസ് ആണെങ്കിൽ ടെൻസ് വൈസ് മാറ്റേണ്ടി വരും. അതായത് കാറ്റിന് മിൽക്ക് കുടിക്കാൻ പറ്റും, കാറ്റ് മിൽക്ക് കുടിക്കും എന്നാണ് ആ ഒരു സെന്റൻസിന്റെ മീനിങ് വരാം. അത് ടെൻസ് ആണ്, ഫ്യൂച്ചർ ആണ്. അത് ഞാൻ മാറ്റുമെന്ന് ചോദിച്ചാൽ അത് ടൂറിലാക്കുമ്പോ സെയിം തന്നെയാണ് വരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. പൂച്ച പാല് കുടിക്കും, ഓക്കെ എന്ന് പറയുന്ന ഒരു മലയാളം വേർഡിനെ നിങ്ങളത് പ്ലൂറിലാക്കി വിൽ ബി വരില്ലേ അന്നേരം? അതായത് ഫ്യൂച്ചർ വിൽ ബി വരുന്നത് ടെൻസിൽ മാറ്റം വരെയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് പ്ലൂറിലാണ്. ഞാൻ ചോദിച്ച മലയാളത്തിൽ പ്ലൂറിൽ മാത്രം പറഞ്ഞാൽ മതി. മലയാളം പൂച്ച പാല് കുടിക്കും, ഇതിനെ പ്ലൂറിലാക്കി മലയാളം പറഞ്ഞേ. പൂച്ചകൾ അല്ലേ? അങ്ങനെയൊക്കെ വരാം. അപ്പോഴവിടെ ചേഞ്ച് വരില്ല. വില്ല തന്നെയാണ് അതൊക്കെ. അപ്പോ ഈ ക്യാറ്റ് എന്ന് വരില്ല, മാറോടെ ക്യാറ്റ്സ് വിൽ ഡ്രിങ്ക് മിൽക്ക് എന്ന് പറയും. അത്രേ വരുള്ളൂ. അതാണ് ടെൻസ്. അപ്പൊ ടെൻസുമായിട്ട് കണക്ഷൻ വരുന്നുണ്ട്. അതാണ് ഞാൻ പിന്നെ നിങ്ങളോട് പറയുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും മനസ്സിലാക്കൂ. അപ്പൊ നൗൺ എന്ന് പറയുന്നത് കഴിഞ്ഞു. നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും, പ്രിപ്പയർ ചെയ്യാം.
നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോ താങ്ക് യു. മൈൻഡപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. വേറെ വിധത്തിൽ താങ്ക് യു മാം.